പിതാവേ, നമ്മുടെ സഭയിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന അൽമായരുടെ ഈ പ്രേക്ഷിത മുന്നേറ്റത്തെക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത്? കുറേ വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ നിന്ന് അനേകം സുവിശേഷ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പല സുവിശേഷ മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ളത് അൽമായർ തന്നെയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ ഒരു പുതിയ പ്രേക്ഷിത ചൈതന്യം രൂപപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ പാലയിൽ വെച്ച് നടന്ന നമ്മുടെ സഭയുടെ അസംബ്ലിയിൽ നടന്ന പല ചർച്ചകളിൽ നിന്നും അൽമായരുടെ വശത്തു നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത്. ഇത് വർഷങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് നടന്ന സിനഡിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അൽമായർക്ക് വേണ്ടി ഇങ്ങനെ ഒരു അൽമായ സുവിശേഷ പ്രേക്ഷിത മുന്നേറ്റം ആരംഭിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തത്. പല അൽമായരും സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഉണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇവർ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സമയത്ത് മറ്റുള്ളവർ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആരാണ് നിങ്ങളെ അയച്ചത്? ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? നിങ്ങളെ ആരാണ് ഈ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചതെന്ന്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ശുശ്രൂഷയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ പലപ്പോഴും ഇവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സ്ഥലങ്ങളില്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരു അൽമായ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിന് ഒരു അംഗീകാരമുണ്ട്. അവർക്ക് സഭയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അതുപോലെ സഭയ്ക്ക് ഈ ശുശ്രൂഷ മേഖലകൾ തുറന്നു കൊടുക്കാനും സാധിക്കും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് അസംബ്ലിയുടെ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിലും സിനഡിൻ്റെ അംഗീകാരത്തോടു കൂടിയും നമ്മുടെ സഭയിലെ തീഷ്ണമതികളായ സുവിശേഷ പ്രവർത്തകരെ വളർത്തിയെടുക്കുവാനും അവരെ നയിക്കുവാനുമായി ഈ അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന് നമ്മൾ രൂപം കൊടുക്കുന്നത്. പലവിധമായിട്ടുള്ള പ്രേക്ഷിത ആഭിമുഖ്യങ്ങളിൽ പ്രവർത്തന നിരതരായിരിക്കുന്നവർക്ക് സഭയുടെ ഒരു അക്കമ്പനിമെന്റ് ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു പുതിയ ശ്രമത്തിലൂടെ. പിതാവ്, ഇതിന് ഒരു പുതിയ പേര് സിനഡ് ഇതിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അതെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവൻ ജ്യോതി എന്ന പേരാണ് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ അവരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിച്ചു, അതിനെ കീഴടക്കാൻ ഇരുട്ടിന് സാധിച്ചില്ല. അപ്പോൾ ഈശോയിലുണ്ടായിരുന്ന ജീവൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ആ കാഴ്ചപ്പാടിലൂടെയാണ് ജീവൻ ജ്യോതി എന്ന ഒരു പേര് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്.